ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ എക്സാം ടൈമാണ് അല്ലേ? ഇപ്പോൾ എല്ലാവരും എക്സാമിനായിട്ട് റെഡി ആയിട്ടുള്ളവരും എക്സാം തുടങ്ങിക്കൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അവരോട് ചില ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ടാകും അല്ലേ? അവർ പഠിക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ എക്സാം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ഏത് എക്സാം ആണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകൾ ഇപ്പൊ നമ്മൾ മക്കളോടായാലും നമുക്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളോടായാലും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, നിന്റെ പരീക്ഷ എപ്പോഴാണ്? നമുക്കിപ്പോ ഇങ്ങനെ ഒരു കുട്ടിനോട് ചോദിക്കണമെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? നിന്റെ പരീക്ഷ എപ്പോഴാണ്? വെൻ ഈസ് യുവർ എക്സാം? വെൻ ഈസ് യുവർ എക്സാം? നിന്റെ പരീക്ഷ എപ്പോഴാണ്? നെക്സ്റ്റ്, ഏത് വിഷയമാണ് ചോദിക്കാറുണ്ടല്ലോ. ഇന്ന് ഏത് വിഷയമാണ്? എങ്ങനെ ചോദിക്കുക? വിച്ച് സബ്ജക്ട് ഡു യു ഹാവ് ടുഡേ? വിച്ച് സബ്ജക്ട് ഡു യു ഹാവ് ടുഡേ? ഇന്ന് ഏത് വിഷയമാണ്? ഇനി നമ്മൾ ചോദിക്കാറുള്ളതാണ്, പരീക്ഷയ്ക്ക് പഠിച്ചോ അല്ലേ? പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ചോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്ത് ചോദിക്കാം. ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദി എക്സാം? ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദി എക്സാം? നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. നെക്സ്റ്റ്, നിന്റെ പരീക്ഷ ഇന്നാണോ നാളെയാണോ? ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ? നിന്റെ പരീക്ഷ ഇന്നാണോ നാളെയാണോ? എങ്ങനെ ചോദിക്കുക? ഈസ് യുവർ എക്സാം ടുഡേ ഓർ ടുമോറോ? ഈസ് യുവർ എക്സാം ടുഡേ ഓർ ടുമോറോ? നിന്റെ പരീക്ഷ ഇന്നാണോ നാളെയാണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചോദിക്കാറുള്ളതാണ്, പരീക്ഷ കഴിഞ്ഞ് വന്ന കുട്ടികളോട് നിന്റെ പരീക്ഷ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാറുണ്ടല്ലോ. നിന്റെ പരീക്ഷ എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ എക്സാം? സിമ്പിൾ ആണല്ലേ? നിന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? ഞാനൊക്കെ ഡെയിലി ചോദിക്കാറുണ്ട് കേട്ടോ. ഹൗ വാസ് യുവർ എക്സാം? ഹൗ വാസ് യുവർ എക്സാം? ഇവിടെ ഉണ്ടായിരുന്നു, ആയിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹൗ വാസ് യുവർ എക്സാം? ഓക്കെ. പരീക്ഷ എളുപ്പമായിരുന്നോ അതോ ബുദ്ധിമുട്ടായിരുന്നോ അല്ലെങ്കിൽ കഷ്ടപ്പാടായിരുന്നോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. പരീക്ഷ എളുപ്പമായിരുന്നോ അതോ ഡിഫിക്കൽട്ട് ആയിരുന്നോ ബുദ്ധിമുട്ടായിരുന്നോ? ഇങ്ങനെ ചോദിക്കാറുണ്ട്. വാസ് ദ എക്സാം ഈസി ഓർ ഡിഫിക്കൽട്ട്? വാസ് ദ എക്സാം ഈസി ഓർ ഡിഫിക്കൽട്ട്? പരീക്ഷ എളുപ്പമായിരുന്നോ അതോ ഡിഫിക്കൽട്ട് ആയിരുന്നോ ബുദ്ധിമുട്ടായിരുന്നോ എന്ന്. ഓക്കെ. ഈ ആഴ്ച എത്ര പരീക്ഷകൾ ഉണ്ട്? ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ? ഈ ആഴ്ച എത്ര പരീക്ഷകളുണ്ട്? എങ്ങനെ ചോദിക്കുക? ഹൗ മെനി എക്സാംസ് ഡു യു ഹാവ് ദിസ് വീക്ക്? ഹൗ മെനി എക്സാംസ് ഡു യു ഹാവ് ദിസ് വീക്ക്? ഈ ആഴ്ചകളിൽ എത്ര പരീക്ഷകളുണ്ട്? ഓക്കെ. ഇനി ഏത് പരീക്ഷയെ കുറിച്ചാണ് പേടിയുള്ളത് ചോദിക്കാറുണ്ടല്ലോ. ഏത് പരീക്ഷയെ കുറിച്ചാണ് പേടിയുള്ളത്? പല സബ്ജക്റ്റുകളുമാണ് കുട്ടികൾ എഴുതാൻ പോകുന്നത് അല്ലെ? അപ്പൊ ഏത് പരീക്ഷയാണ് നിനക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിനക്ക് പേടി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതെങ്ങനെ ചോദിക്കുക? വിച്ച് എക്സാം ആർ യു വറീഡ് അബൌട്ട്? വിച്ച് എക്സാം ആർ യു വറീഡ് അബൌട്ട്? ഏത് പരീക്ഷയെ കുറിച്ചാണ് പേടിയുള്ളത്? ഓക്കെ. സമയം കഴിഞ്ഞതിന് മുമ്പ് എഴുതി തീർത്തോ? അല്ലെ? കുട്ടികൾക്ക് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് സമയം തികഞ്ഞില്ല, സമയം കിട്ടിയില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ സെന്റൻസ് അല്ലെ? ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ സമയം കഴിഞ്ഞതിന് മുമ്പ് എഴുതി തീർത്തോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഫിനിഷ് ദ എക്സാം ഓൺ ടൈം? ഡിഡ് യു ഫിനിഷ് ദ എക്സാം ഓൺ ടൈം? സമയം തീർന്നതിന് മുമ്പ് എഴുതി തീർത്തോ? ഓക്കെ. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ഇപ്പൊ പരീക്ഷന്റെ മുമ്പൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, റിവിഷൻ പൂർത്തിയാക്കിയോ? അല്ലെ? ഇപ്പം സ്കൂളിലാണെങ്കിലും നമ്മൾ മക്കൾ വന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പം റിവിഷനൊക്കെ കഴിഞ്ഞോ? റിവിഷനൊക്കെ പൂർത്തിയാക്കിയോ? എങ്ങനെ ചോദിക്കുക? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ റിവിഷൻ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ റിവിഷൻ? ഓക്കെ. ഇപ്പോ നമ്മൾ മക്കൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പം ചില ദിവസം 2 എക്സാം ഒക്കെ ഉണ്ടാകും. ഇനി എങ്ങനെയായാലും നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഏത് വിഷയമാണ് പഠിക്കുന്നത്? ഇപ്പോൾ ഏത് വിഷയമാണ് നീ പഠിക്കുന്നത്? ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. വിച്ച് സബ്ജക്ട് ആർ യു പ്രിപ്പയറിംഗ് നൗ? വിച്ച് സബ്ജക്ട് ആർ യു പ്രിപ്പയറിംഗ് നൗ? അല്ലെ? പ്രിപ്പയർ ചെയ്യാണ്, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. സോ വിച്ച് സബ്ജക്ട് ആർ യു പ്രിപ്പയറിംഗ് നൗ? വിച്ച് സബ്ജക്ട് ആർ യു പ്രിപ്പയറിംഗ് നൗ? ഇപ്പോൾ ഏത് വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്, ഈ വിഷയം നിനക്ക് ബുദ്ധിമുട്ടാണോ? ഈ വിഷയത്തിൽ എന്തെങ്കിലും നിനക്ക് സംശയങ്ങളുണ്ടോ? ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മൾ മക്കളോടൊക്കെ അല്ലെ? ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് സബ്ജക്ട്?
ഡു യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് സബ്ജക്ട്? ഓക്കെ, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. പരീക്ഷയ്ക്ക് എത്ര അധ്യായങ്ങളാണ് വരുന്നത് അല്ലെ? ഓരോരോ എക്സാമിനും ഇത്ര പാഠങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ. പരീക്ഷയ്ക്ക് എത്ര പാഠങ്ങൾ ഓർ അധ്യായങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ ഉള്ളത്, ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. How many chapters are coming for the exam? How many chapters are coming for the exam? എക്സാമിന് എത്ര പാഠങ്ങൾ അല്ലെങ്കിൽ എത്ര അധ്യായങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ സെന്റൻസ് യൂസ് ചെയ്യാം. ഓക്കെ, നിന്റെ പരീക്ഷ എപ്പോൾ തുടങ്ങും? ഇങ്ങനെ ചോദിക്കുക. നിന്റെ പരീക്ഷ എപ്പോൾ തുടങ്ങും അല്ലെ? സമയത്തെ കുറിച്ചിട്ടാവാം, ദിവസത്തെ കുറിച്ചിട്ടാവാം, പല രീതിയിൽ നമുക്ക് ഈ സെന്റൻസ് പറയാം. നിന്റെ പരീക്ഷ എപ്പോൾ തുടങ്ങും? When does your exam start? When does your exam start? നിന്റെ പരീക്ഷ എപ്പോൾ തുടങ്ങും? ഓക്കെ, ഇനി നല്ലൊരു സെന്റൻസ് ആണ്. പഴയ ചോദ്യ പേപ്പർ പ്രാക്ടീസ് ചെയ്തു. ഇപ്പോഴൊക്കെ പുതിയ സിലബസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോൾ പഴയ ചോദ്യ പേപ്പർ ഒക്കെ കിട്ടാൻ പ്രയാസമാണെങ്കിലും നമ്മുടെ സാറന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, പഴയ ചോദ്യ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്തോ? എങ്ങനെ ചോദിക്കുക? ഹാവ് യു പ്രാക്ടീസ്ഡ് previous question papers? Have you practiced previous question papers? Previous question papers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ചോദ്യ പേപ്പർ എന്നാണ്. Have you practiced previous question papers? പഴയ ചോദ്യ പേപ്പർ ഒക്കെ പ്രാക്ടീസ് ചെയ്തോ? ഓക്കെ, ഇന്ന് ഏത് എക്സാം ആണ് എഴുതിയത്? ഇന്ന് ഏത് പരീക്ഷയാണ് എഴുതിയത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇന്ന് ഏത് പരീക്ഷയാണ് എഴുതിയത്? Which exam did you write today? Which exam did you write today? ഈ റൈറ്റിന് പകരം നമുക്ക് ടേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. Which exam did you write today? ഇന്ന് ഏത് എക്സാം ആണ് എഴുതിയത്? ഓക്കെ, ഇനി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയോ? അല്ലേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയോ? എങ്ങനെ ചോദിക്കുക? Did you answer all the questions? Did you answer all the questions? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയോ? Did you answer all the questions? ഓക്കെ, എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? ഒരു ഹോപ്പ് ഉണ്ടാകുമല്ലോ. എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? എങ്ങനെ ചോദിക്കാം? ഹൗ മെനി മാർക്സ് ഡു യു എക്സ്പെക്ട്? ഹൗ മെനി മാർക്സ് ഡു യു എക്സ്പെക്ട്? എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? ഓക്കെ, നെക്സ്റ്റ്, അടുത്ത പരീക്ഷ ഏതാണ്? അല്ലേ, നമ്മൾ ചോദിക്കാറുണ്ട് അടുത്ത പരീക്ഷ ഏതാണ്? വിച്ച് എക്സാം ഈസ് നെക്സ്റ്റ്? വിച്ച് എക്സാം ഈസ് നെക്സ്റ്റ്? അടുത്ത പരീക്ഷ ഏതാണ്? അപ്പോൾ ഇനിയും എക്സാമിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. നീ പരീക്ഷ നന്നായി എഴുതിയോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്ന് തന്നെ മക്കളൊക്കെ വന്നതിന് ശേഷം ഒന്ന് ചോദിച്ചു നോക്കുകൊണ്ടു. നീ പരീക്ഷ നന്നായി എഴുതിയോ എന്നെങ്ങനെ ചോദിക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ആയി വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന സെന്റൻസ് ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് മറക്കരുത്. പിന്നെ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.